വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വീണ്ടും കളിക്കാൻ പോകുന്നത് ഓപ്പറേഷൻ ജെനസിസ് എന്ന് പറഞ്ഞ നമ്മൾ കുറച്ച് മുമ്പത്തെ വീഡിയോ ഇട്ട ആ കളി തന്നെയാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. നമ്മൾ പഴയ വീഡിയോയിൽ സ്പൈനോനെ 31 ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിനെ ഫുള്ളി ഗ്രൗണ്ട് ആക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ലോഞ്ച് ചെയ്യട്ടെ. സ്പൈനോ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പൈനോ ഗൈസ്. ജുവനൈലാണ് സ്പൈനോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ട ആൾക്കാർക്ക് വളരെ നന്ദി, എൻ്റെ ഹൃദയപൂർവ്വം നന്ദി. കാരണം ഞാനിട്ട വീഡിയോ ഇത്രയും നേരമെങ്കിലും കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് സാധിച്ചതിന് എൻ്റെ വളരെ നന്ദി. അഥവാ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ് ചെയ്യുക. നിങ്ങൾ പറയണ എന്ത് വീഡിയോ ഞാൻ ഇടുന്നതാണ് ഗൈസ്. വെള്ളം കുടിക്കുക. പിന്നെ ഇവൻ്റെ എബിലിറ്റി കാണിച്ചു തരാം. ഇവന് വെള്ളത്തിൽ നീന്താൻ പറ്റും, കണ്ടോ? വഞ്ചി പോലെ നീന്താൻ പറ്റും, എന്നിട്ട് അടിയിലോട്ട് പോകാനും പറ്റും, കണ്ട. ഇവനെ വെച്ച് കളിക്കുവാണെങ്കിൽ എന്താണ്, ഇതിനകത്ത് മീനില്ല, മീനൊന്നും ഒരു സാധനമില്ല ഇതിനകത്ത്. എന്നാലും നല്ല രസമാണ്. ഈ വെള്ളത്തിൽ കൂടെ നടന്ന പോലൊക്കെ ഭയങ്കര രസമാണ്. എന്നിട്ട് ഇങ്ങനെ കരയൊക്കെ കയറുക. പക്ഷേ ഇവൻ്റെ ഗ്രോത്ത് ഇച്ചിരി ടൈം എടുക്കുന്ന സംഭവമാണ് ഇവൻ്റെ ഗ്രോത്ത്. കണ്ട ഗൈസ്, നമ്മളുടെ ഗ്രോത്ത് എന്താണ് 34 ജൂനൈലാണ്, പെർസെൻറ്റേജ് 34. ഷാഡോ എഫക്റ്റ് ആണെന്ന് തോന്നിട്ടാ ഗൈസ്. ഭയങ്കര ഷാഡോ എഫക്റ്റ് ആണ് ഇതിന്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മളിവിടെ പെട്ട് കിടക്കുവാണെന്ന് തോന്നുന്നത്. ഗൈസ് നമ്മൾ വലുതായിട്ടോ, കണ്ട പെട്ടെന്നൊരു മാറ്റം. നമ്മൾ വലുതായിട്ട് ഇച്ചിരി. ഞാൻ ആ സ്ക്രീന് പൊക്കി വെച്ച് നന്നായല്ലേ. വേഗം നമുക്ക് പോവാം. അതിനകത്ത് ഫുഡായിട്ട് വന്നത് ഗോട്ടാണ്. ആരുടെ ഈ പീക്കിരി? ഇവൻ എവിടത്തെ പീക്കിരിയാണത്? ഓ ലാഗ് 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 ഓ ലാഗാണ് കേട്ടോ ഗൈസ്. ഇതിലും ലാഗാണ്. അയ്യോ, ഇത്രയും ലാഗ് ഞാൻ വരുന്ന ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര ലാഗാണ്. ഞാൻ ലാഗിൻ്റെ ലാഗ്. അതുകൊണ്ട് അവനൊക്കെ ലാഗ് അടിച്ച് നിൽക്കുവാണ്. ഇവനാണെങ്കിൽ പേടിത്തൂറി. ദേ പോണ് പേടിത്തൂറി. അല്ലോസോറസാണ്. അല്ലോസോറസ് ഇങ്ങനെ പേടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടാ. അല്ലോയ്ക്ക് സ്പീഡ് കൂടുതലാണ്, അതുകൊണ്ട് നമ്മളുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാം. അതുമാത്രമല്ല അവൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അവർക്ക് ചെറുതായതൊന്നും അവനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇനി ഈ സ്ഥലം നമ്മൾ ട്രൈ ചെയ്ത് തന്നെ പോകേണ്ടി വരും. ഇവിടെ ഇവിടെ അധികം ഡൈനോസറൊന്നും കാണൂല ഗൈസ്. അപ്പം മാക്സിമം നമുക്ക് ഇന്ന് ഇവനെ വലുതാക്കാൻ നോക്കാം. ആടാ, ഇതെന്തോ ഗ്ലിച്ചാന്ന് തോന്നിട്ട്. ആട് പുറത്തിറങ്ങി കിടക്കുന്നത് എന്തോ ഗ്ലിച്ചാന്ന് തോന്നും. അറിഞ്ഞൂടാ, എന്തെങ്കിലും ഗ്ലിച്ചായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അവർ ഇറക്കിയതായിരിക്കും, അല്ലെങ്കിൽ ഗ്ലിച്ചായിരിക്കും, ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പം നമുക്കിങ്ങനെ നടന്നു പോവാം ഗൈസ്. നമ്മളുടെ പെർസെൻറ്റേജ് 39% ആയിട്ടുണ്ട്. ഗ്രോത്ത് 100% ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എൽഡറാവും. എൽഡറായ സീനാണ്. ഞാനിത് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ പിന്നെ എന്ത് കളിക്കണം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്ത് ഞാൻ കളിക്കുന്നതാണ്. ഇവിടുന്ന് പുറത്തെടുക്കുന്ന ഇച്ചിരി പണിയാണ് കേട്ടോ ഗൈസ്. നമ്മൾ പെട്ട് കിടക്കുവാണ്. ഇനി നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകേണ്ടി വരും. ഒന്നില്ലെങ്കിൽ അവിടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലം. നമുക്ക് ഫുഡില്ല അല്ലേ, കുറച്ച് ആടിനെ പിടിക്കുന്നത്. പക്ഷേ നമ്മളുടെ ബൈറ്റ് ഫോഴ്സ് ഭയങ്കര കുറവാണ്. അതാണ് നമ്മളുടെ പ്രശ്നം. ബൈറ്റ് ഫോഴ്സ് നല്ല കുറവാണ്. ബൈറ്റ് ഫോഴ്സ് കുറവാണെങ്കിലുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടി ഗൈസ്. ഇവന് ഓക്സിജൻ്റെ ഇതുള്ളതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ അല്ലോ സോഴ്സായിട്ടാണ് കളിച്ചിരുന്നെങ്കിൽ പണി കിട്ടിയാനെ, 8ൻ്റെ പണി കിട്ടിയാനെ. അല്ലോ സോഴ്സായിട്ടാണ് കളിച്ചിരുന്നെങ്കിൽ. പൊങ്ങട്ടെ മുങ്ങരുത്. മുങ്ങിയാൽ ഓക്സിജൻ കിട്ടൂല. മുങ്ങിയാൽ ഓക്സിജൻ കിട്ടൂല ഗൈസ്. അപ്പോൾ വേഗം നമുക്ക് പോവാം. കണ്ടോ, നമ്മളിങ്ങനെ പൊങ്ങി തന്നെ. അയ്യോ ഗൈസ്, ഗൈസ് നമ്മൾ പെട്ടിരിക്കുകയാണ് ഗൈസ്. മഴയാണ്, മഴ കാരണം വെള്ളം പൊങ്ങി വരും. നിന്ന് വെള്ളം പൊങ്ങിയതിന് കുറച്ചും കൂടെ പൊങ്ങി തരാം. ഓക്കെ ഗൈസ്, മഴയൊക്കെ നിന്നിട്ടുണ്ട്. നമ്മൾ സ്പൈനായതുകൊണ്ട് നമുക്കൊരു സീനൊന്നും ഇല്ല ഗൈസ്. സീനില്ലാത്തത് ഭാഗ്യം. എന്താണ്, നമ്മൾ അല്ലുമായിട്ടാണ് കളിച്ചിരുന്നെങ്കിൽ പെട്ടേനെ. അവനൊക്കെ ഇപ്പോൾ പെട്ട് കാണും. പക്ഷെ പ്രശ്നം വേറെ ഒന്നാണ്. ഇതിനകത്ത് വെള്ളത്തിൻ്റെ അടിയിൽ വേറൊരു സാധനം ഉണ്ടാകും, അതാണ് പ്രശ്നം.
ഇപ്പോൾ ഗായ്സ് മഴയൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ വെള്ളത്തിൽ അതിനെ നിൽക്കണമല്ല. അയ്യോ ഇതേതാന്ന് ഓക്സിജൻ കുറവാണ് നമുക്ക്. സാധാരണ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ പോലെയല്ല. സാർക്കോയ്ക്കൊക്കെ അൺലിമിറ്റഡ് ഓക്സിജൻ ആയിരിക്കും ചിലപ്പോൾ. കാരണം മറ്റുള്ള വെള്ളത്തിലും കരയിലും ജീവിക്കും. മുതല ഡേഞ്ചർ മുതല. അപ്പോൾ നമുക്ക് ആ മരത്തിൻ്റെ അവിടെ കയറിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ കുറച്ച് ലാൻഡ് കാണുന്നുണ്ട്. ആ ലാൻഡൊക്കെ കയറി നിൽക്കാം. അല്ലെങ്കിൽ ശരിയാവൂല്ല ഗൈസ്. നമ്മൾ 50ലേക്ക് കൺവേർട്ട് ആകാൻ പോവാണ്. ഓ നമുക്ക് ഗ്രോത്ത് പെട്ടെന്ന് ഒരു കാർണോട്ടോറസ് ഗൈസ്. നോക്കിയേ, ഒരു കാർണോ ബേബി ആയിട്ടുള്ള കാർണോയാണ് കേട്ടത്. അവനെല്ലാം ചെയ്യണം ഗൈസ്. പാവല്ലേ അവനൊക്കെ എത്ര നേരം കഷ്ടപ്പെട്ടാണ് കളിക്കണത്. കാർണോയ്ക്ക് പിന്നെ ഭയങ്കര സ്പീഡാണ് കേട്ടോ. കാർണോ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്. കാർണോയ്ക്ക് ഭയങ്കര സ്പീഡാണ്. കാരണം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണത് നല്ലതല്ല. കാരണം അവൻ നമ്മളെ അടിക്കും. അല്ലോസോറസ്. കാരണം ഒന്നും ചെയ്യണ്ട കേട്ടോ. കാരണം പാവമാണ് കാരണം. ഇവിടെ കാർണോനെ അടിക്കും തുടങ്ങി. എന്തോ ലാഗാണ് കേട്ടോ ഗൈസ്. പാവ കാർണോനായിട്ട് അവൻ അടിക്കാൻ നോക്കിയ ഗൈസ്. നല്ലത് ആക്ഷൻ ഉണ്ടാവും. അടിച്ചിടാൻ ഗൈസ്. ഓക്കെ, കാരണം പോകാൻ തിന്നോട്ടാ. കാരണ രക്ഷ നോക്കി. അതിനോട് പേടിക്കണ്ട. നമ്മളെ ലുക്കൊക്കെ മാറിട്ട ഗൈസ്. നോക്കിയാൽ നമ്മൾ അഡൽട്ടായി. സ്പൈനോസോറസ് അഡൽട്ടായി. ലുക്കൊക്കെ അങ്ങ് മാറി. ഞാൻ മുള്ളൊക്കെ വയ്ക്കും ഗൈസ്. സീനായിരിക്കും പിന്നെ. ഞാൻ നിന്നെ ഒന്നും ചെയ്യണ്ടേ. I am friendly guys. I am friendly bro. ഞാൻ നിന്നെ ഒന്നും ചെയ്തിടോ. ഞാനൊരു പാവത്തേനോ. ഞാനൊന്നും ചെയ്യൂലോ. അവൻ്റെ സ്പീഡ് കണ്ട. അവനുണ്ടെന്ന് ഉദിച്ചോടി വരികയാണ്. പാവം കാരണം ഇന്ന് പേടിയാണ് കേട്ടോ. നമ്മളെല്ലാം ചെയ്യുന്നുള്ള പേടിയാണ്. പാവം കാരണം. നീ കഴിച്ചോളെ, ഞാൻ നിന്നെ ഒന്നും ചെയ്യൂല. ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാ. ഞാൻ നിന്നെ ഒന്നും ചെയ്യൂല. ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ ഒന്നും ചെയ്യൂല. കഴിച്ചോടെ. അവന് പേടിയാണ് കേട്ടോ. മരമൊക്കെ കിട്ടില്ല കേട്ടാ. പുല്ല് തിന്നുവൻ തോന്നിയതായിരിക്കും. ലോഡടിച്ച് പോയാ. ഇതിനോട് ഞാൻ എത്ര നേരം ഞാനൊന്നും ചെയ്യൂല. ചൊറിയിൽ കുറച്ച് കൂടുതലാണ്. ഒരെണ്ണം കൊടുത്താലും ശരിയാവുള്ളൂ. അല്ല പിന്നെ മര്യാദയ്ക്ക് നീ തിന്നോന്ന് പറഞ്ഞാണ്. അപ്പോൾ അവൻ്റെ ജാടേ ഇജാതി ജാടയാണ് ഗൈസ്. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. അത് ജാടയാണ്. ജാടയുടെ സൂക്കേടാ. അവനും കിട്ടി. അവന് നല്ലോണം കിട്ടി. 69 അവന് കിട്ടിയത്. ആണെങ്കിൽ ലൈഫും കുറവാ. അവന് എന്തിൻ്റെയോ കേടാണ് കേട്ടോ. അവൻ നമ്മളെ ഇങ്ങനെ വെറുതെ ചൊറിയാൻ വേണ്ടി വന്നതാണ്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അവനെ നമ്മൾ അടിച്ചിട്ടോളാം. നോ പ്രോബ്ലം. ഫുഡിൻ്റെ ക്ഷാമമുണ്ട്. ഫുഡ് എടുക്കണം. 59%. അതായത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എൽഡറാവും. 100% ആയിരിക്കും നമ്മൾ എൽഡറാവും. നമുക്ക് ഫുഡാണ് ആവശ്യം. ഇതെന്ത് ആട് ഓടാണ്. പുതിയ അപ്ഡേറ്റ് ആണെന്ന് തോന്നിട്ടാ. ആടിന് ഓടാൻ പറ്റും. നമുക്ക് കിട്ടി. ഫുഡ് തിന്നാം. ഓക്കെ, ഫുഡ് അങ്ങ് തിന്നടോ. ഇനി വെള്ളം ഇച്ചിരി കുറവാണ്. വെള്ളം ഇച്ചിരി കൂട്ടണം. ഫുഡ് കഴിഞ്ഞു ഗൈസ്.
കിട്ടിയാ ആ കിട്ടി ഗൈസ്. അങ്ങനെ തിന്നുക. 63% ആയി. ഗ്രോത്ത് മര്യാദയ്ക്ക് വയ്ക്കുക, അല്ലെങ്കിൽ പണിയാകും ഗൈസ്. ഗ്രോത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഫുഡിന് ഇച്ചിരി ക്ഷാമമൊക്കെ ഉണ്ടാവും. ഫുഡ് ഇച്ചിരി പ്രശ്നമാണ്. നമ്മൾ ഫുഡ് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് വേണം കളിക്കാൻ. അതായത് ഫുഡ് അവസാനം വരെ കളഞ്ഞു വയ്ക്കരുത്, ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. വെള്ളം പെട്ടെന്ന് കയറണം കേട്ടോ. കണ്ട ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്ന വെള്ളം കയറും. ഓക്കെ, വെള്ളം ഫുള്ള്. ഓക്കെ, നോ പ്രോബ്ലം. വെള്ളം നോ പ്രോബ്ലം ആണ് കേട്ടോ ഗൈസ്. വെള്ളത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നടന്നു പോവാം. ചുമ്മാ ഇങ്ങനെ വെറുതെ റോം ചെയ്ത് കിടക്കാം. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ഡൈനോസർ സർവൈവൽ ഗെയിംസ് എല്ലാം കളിക്കണമെന്ന് നിങ്ങൾ തന്നെ പറയുക. ഞാൻ കളിക്കുന്നതാണ്. കമൻറ്റ് ചെയ്താൽ മതി. അതുമാത്രമല്ല, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നൈറ്റ് വിഷൻ നോക്കിയതിൻ്റെ പൊളി നൈറ്റ് വിഷൻ. വെയിറ്റേ, ഇവിടെ വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഇല്ല, ആരുമില്ല. എല്ലാവരും പോയി തോന്നുന്നു. എല്ലാവരും ലോഗ് അടിച്ചു പോയി. ഹീറ്റ് സെൻസർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദൂരത്തുനിന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. അതാണ് ഈ ഡൈനോസറിൻ്റെ പ്രത്യേകത. അതാണ്. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ പോകുന്നുണ്ട്, ഒന്നും കാണുന്നില്ല. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ എന്തുകൊണ്ട് ഇതിനകത്ത് ഇറങ്ങാത്തതെന്ന്. അതിന് കാരണമുണ്ട്. ഇതിൻ്റെ അകത്ത് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊരു സംഭവമാണ്. നമ്മൾ വലുതായ അങ്ങനെ ഇരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ അവനെ കണ്ടില്ലേ, മുള്ളൊക്കെ വെച്ചിട്ട്. അവൻ വലുതായിട്ടില്ലെന്നാണ്. നമ്മൾ അഡൽട്ടാണ്. ഒരു 70 ആകുമ്പോൾ ചിലപ്പോൾ അതേപോലെ നമുക്കും വരും. ഉണ്ടോ 3 എണ്ണം. ഗൈസ് 3 എണ്ണം അടുപ്പിച്ചു ഗൈസ്. സീന്. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി അവന്മാരുടെ അടുത്തേക്ക് പോവാം. വേഗം നമുക്ക് വേഗം എത്താം. ഇവിടെ ഇത് ഞാൻ പറയാൻ പറഞ്ഞത്, വെള്ളത്തിൽ സ്പീഡപ്പ് ആക്കി കഴിഞ്ഞാൽ നല്ല സ്പീഡായിരിക്കും. സ്പൈനോ കുട്ടികൾ. ഗിഗ ഗൈസ്, ഗിഗാട്ടാ. നമുക്ക് നമ്മളെ ഗ്രൂപ്പിൽ ചേരാം. ബഹുത്ത് ബൈഡ് ഗ്രൂപ്പ്. നമ്മൾ ഇത്രയും ചോട്ടയെന്നിട്ടാ ഗൈസ്. ഈ ചോട്ടയെന്നാണ് നമ്മൾ ഇത്രയും വലുതായത്. കണ്ടോ അവൻ്റെയൊക്കെ സൈസ് നോക്കിയേ, ജാതി സൈസാണ് അവനൊക്കെ. കണ്ടോ വാലിലൊക്കെ മുള്ളു അവന്. ബൈ, എന്നെയും കൂടി ചേർക്കോ ബൈ. അവൻ ഫുള്ളായിട്ടില്ല. കുറച്ചും കൂടെ വളരാനുണ്ട് അവന്. അവന്മാരൊക്കെ സീനില്ല. അവന്മാർക്കൊക്കെ സെറ്റാണ്. നമുക്കാണ് സീൻ. കാരണം നമുക്ക് ഗൈസ് നമ്മൾ വലുതായിട്ടൊന്നും കൂടെ. കണ്ട അവൻ്റെയൊക്കെ അത്ര സൈസായി നമ്മൾ. കണ്ട ഗൈസ്. പക്ഷെ നമ്മൾക്കിപ്പോഴും 1389 അത്രയേ ഉള്ളൂ ഗൈസ്. ആരും അടിയുണ്ടല്ലോ. ആരും പുറകെ നിന്ന് അടിക്കാൻ നിൽക്കാതെ ഗൈസ്. അവനല്ലോ കേട്ടില്ല. അവിടെ പൂരടിയാണ് ഗൈസ്. സ്പൈനോ കുട്ടികൾ. കുട്ടി സ്പൈനോ. ഇവനെന്തിനാണ് നീ ഇങ്ങനെ അലറണത്? നമുക്കും അലറാം. മുകളിലോട്ട് നോക്കി മഴ പെയ്യണ്ടോ നോക്കാൻ വേണ്ടി മുകളിലോട്ട് നോക്കിയത്. എൻ്റെ കുഞ്ഞുങ്ങളെ തുറന്നൂടെ, എൻ്റെ പിള്ളേരെ തുറന്നൂടെ. അല്ല പിന്നെ എൻ്റെ പിള്ളേരെ തുടരുത്. പിള്ളേരെ തൊട്ടുമ്പോൾ എൻ്റെ കൈ വിട്ടിങ്ങ. അല്ല പിന്നെ നമുക്ക് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫുഡൊന്നും ഒരു സീനില്ല ഗൈസ്. നമ്മൾ ഫുഡെല്ലാം മടിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ നല്ല ആഘോഷം വെച്ചേക്കണം. ഫുഡൊക്കെ കഴിച്ചോ, അടിച്ച് കയറ്റിക്കോ. ഞാനൊരു ഗിഗേനെ അടിച്ചിട്ടുണ്ട്. നോ പ്രോബ്ലം. നമ്മൾ കളിച്ച സീനരിക്ക് അതാണ്. ഇപ്പോഴെ തന്നെ നമ്മൾ എൽഡർ ആയിട്ടില്ല അവന്മാരെ പോയി. എന്നിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. അതാണ് മാസ്. അപ്പോൾ നമുക്ക് വേഗം അങ്ങ് കഴിച്ചു പോവാം, അല്ലെങ്കിൽ ടൈം പോവും. ഓക്കെ, 350 ഫുള്ളാക്കിയിട്ടുണ്ട്. പാവം ഇടയ്ക്കൊന്ന് പെട്ടതാ. ആരാ? അവന് സ്പീഡുണ്ട്. അതിനാണ് അവനെ ഷോ കാണിക്കുന്നത്. ജാഡബായിയാന്ന് തോന്നുന്നു. നമുക്ക് ബൈറ്റ് ഫോഴ്സ് കൂടുതലാളിയാ. അവൻ ലാഗ് അടിച്ചിട്ടാ. കൈ മാറിയെന്നോട്ടാ. ഇങ്ങനെ അടിച്ച് കൊല്ലൂടെ. എന്നാ കഴിച്ചോ. നിനക്ക് വിശക്കുണ്ടാവും. നീ കഴിച്ചോ. നിനക്ക് വിശക്കണില്ലേ? ചെറുന്നേരം വിശക്കണം തോന്നിയിട്ട് ഓന് വിശക്കണില്ലെന്നാണ് ഗൈസ് പറയണത്. പാവം, നമ്മൾ ഇത്രയും ചെറുതായിരുന്നിട്ടാ ഗൈസ്. എന്നിട്ടാണ് നമുക്ക് ഇത്രയും പരിണാമം സംഭവിച്ചത്. നമ്മൾ ഇത്രയും വലുതായത്. പരിണാമം സംഭവിച്ച പല്ലി. അതാണ് നമ്മൾ. എൻ്റെ ടീമിനെ ആക്രമിക്കുന്നതാണ്. എന്നാ പിടിക്കോ. കടി കൊണ്ടില്ല. അതാണ് അവൻ്റെ ഒരു അഹങ്കാരം കേട്ടാ. അവൻ പറന്ന് അടിക്കും.
അത് നമുക്കൊരു ദേഷ്യം വരും കേട്ടോ ഗൈസ്. പറന്ന് നടന്നവനടിക്കും. എടാ ആ ചോട്ടേനെങ്കിലും വിടറാ. പാവം ആ ചോട്ടയിട്ടവൻ കടിച്ചോണ്ടിരിക്കണ്. മനസാക്ഷി ഇല്ലേ ഇവന്? പാവൻ ചോട്ടയിട്ട് അടിക്കണം നോക്കി. പാവം. നമ്മൾക്കൊക്കെ ഇത് അറിയാവുന്ന ഗൈസ്. അതുകൊണ്ട് ചോട്ടക്കൊന്നാ നീ. നിന്റെ ഒരുത്തിനെ ഞാൻ കൊന്നടാ. വല്ല പിന്നെ എൻ്റെ ചോട്ടത്തൊട്ട് തൊടരുത്. ഐ വിൽ ബി ആംഗ്രി ഇഫ് യു ടച്ച് മൈ ചോട്ട്. ഐ വിൽ ബി ആംഗ്രി. യാ ബ്രോ, നോ പ്രോബ്ലം. അവൻ വന്ന് നമ്മളെ ചോട്ടി അടിച്ചു ബ്രോ. അത് കാരണം ഞാൻ അവനെ അടിച്ചു ബ്രോ. ഓ വെള്ളത്തിൽ വെച്ച് കിട്ടിയവനെ. ഇനി അവന് രക്ഷയില്ല മക്കളെ. വെള്ളത്തിൽ വെച്ച് അവൻ റെഡി. ഓ അവൻ ലോഗോട്ട് അടിച്ചിട്ടാ. അവൻ പേടിത്തൂർന്നെന്ന് തോന്നുന്നു. അവൻ ലോഗോട്ട് അടിച്ചു പോയി. നമ്മളവനെ കടിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ ലോഗോട്ട് അടിച്ചു പോയി. പേടിത്തൂർന്നവൻ. നമുക്ക് ഓ സാർക്കോസ് ഗൈസ്. സാർക്കോട്ട് അടിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കിന് ടീറക്സ് ഗൈസ്. എല്ലാം കൂടെ അവന്മാരെല്ലാം കൂടെ വിളിച്ചോണ്ട് വന്നേക്കുവാണ്. ടീറക്സിന് ഡാമേജ് കൂടുതലാണ് ഗൈസ്. അത് സീനാണ്, നമുക്കിട്ട് സീനാണത്. ഗൈസ് ഓ ഗൈസ് പണിയായി ഗൈസ്. ടെമ്പററി ബ്ലൈൻഡ്നെസ്. ഓ ഗൈസ് പണിയായി ഗൈസ്. സോ നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ട് കളിച്ചത് അവന്മാർ കളഞ്ഞ് കുളിച്ച് ഗൈസ്. അവിടെ പിന്നെ ഇടിയണമെന്നിരിക്കാൻ തോന്നട്ടാ. സോ നമ്മൾ അത്രയാക്കി കൊണ്ടുവന്നതാണ് ഗൈസ്. എല്ലാം കൈവിട്ട് പോയി ഗൈസ്. കൈവിട്ട് പോയാച്ച്. നമ്മളെ ജീനോമൊന്നും പോയിട്ടില്ല. ഇനിയൊരു 2-2-2-4 ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സാർക്കോനെ മേടിക്കാനുള്ളത് കിട്ടും. സാർക്കോയെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ സീനാക്കാം. സാർക്കോയ്ക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് സ്ട്രൈക്കാണ് സാർക്കോടെ. അതായത് വെള്ളത്തിൻ്റെ അടി ഇങ്ങനെ പതുങ്ങി നിന്നിട്ട് ചാടിക്കടിക്കുക. അതാണ് സാർക്കോയ്ക്കുള്ളത്. അപ്പോൾ ഇത് 2-2-2-4 ആക്കിയിട്ട് നമുക്ക് പോവാം. ഓ കുറച്ച് നേരം കളിക്കണം, എന്നാലും നമുക്ക് അത്രയൊക്കെ കിട്ടുള്ളൂ. ഓ നമുക്ക് ബോട്ടിനെ പിടിച്ചല്ല. പിന്നെ ചെറുതായിരിക്കുമ്പോൾ അങ്ങനെ സ്പീഡൊന്നും ഇല്ല. ഒരു ചെറിയ സ്പീഡേ ഉള്ളു ഇവന്. അപ്പോൾ ഗൈസ് അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ലൈക്ക് ചെയ്താൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ സബ് ചെയ്യുക ഗൈസ്. സബ് ചെയ്യുക. ഞാൻ കുറേ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അതുപോലെ കമൻറ്റ് ചെയ്യുക അടുത്ത് ഞാൻ എന്തിടണമെന്ന്. പറക്കും തളിക കണ്ടാൻ. ഇതെന്തത് വടി പോലെ ഇരിക്കണവൻ. എന്തോ ലാഗാണ് കേട്ടോ. ഉണ്ടാകുമ്പോൾ വടി പോലെ ഇരിക്കണം. വെയിറ്റ്. മെയിൻ മെനു എടാ മെയിൻ മെനു. യു ആർ ഇൻ കോമ്പാക്റ്റാ. ആരാ എന്നിട്ട് അടിക്കണത്? ആരും അടിച്ചില്ലല്ലോ എന്നിട്ട്. എടാ കയറി പോടേ. കേറ്. വെള്ളത്തിൽ പെട്ടാൽ നമ്മൾ കോമ്പാറ്റിലാവെന്ന് തോന്നുന്നു. ഓക്കെ ടെലപ്പോട്ടി. വെള്ളത്തിൽ പെടല്ലേ. ഓക്കെ നമ്മൾക്ക് ഇന്ന് സാർക്കോനെ മേടിച്ചിട്ട് പോവാം. ക്രീച്ചേഴ്സ് കയറുക. എവിടെ സാർക്കോ ഗൈസ്? 550 വേണ്ട ഗൈസ്. നമ്മൾ പെട്ടു ഗൈസ്, ടോട്ടലി പെട്ടു. ഇതിനകത്ത് കാരണമുണ്ട്. ടീറക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അതുപോലെ ഗിഗ ഉണ്ട്. അതേപോലെ ക്വെക്സാൽക്വാട്ലസ് എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമുണ്ട്. അതേപോലെ ഇഗ്വാനോഡോൺ എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമുണ്ട്. ഊട്ടാറാപ്റ്റർ ഉണ്ട്. സ്റ്റെഗോസോറസ് ഉണ്ട്. ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇത് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു സാധനമാണ്. നോക്കിയ ഡാമേജ് നോക്കി. ഫുള്ള് ഡാമേജും ഹെൽത്തും കൂടുതലാണ്. സ്പീഡും ഉണ്ട്. അത്യാവശ്യത്തിന് സ്പീഡുണ്ട്. അങ്കി എന്താണ് തെറിസീനോസോറസ്, ഡംഗ്ലിയോസ്റ്റീസ്, സെറാട്ടോസോറസ്, ട്രൈസെറാടോപ്പസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത് ഗൈസ്. അപ്പം അതിനെ വെച്ചൊക്കെ നമ്മൾ കളിക്കുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഒരെണ്ണം കളിക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, ബൈ.